വിദ്യാർത്ഥികളെ കോർപ്പറേറ്റ് റെഗുലേഷന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും കമ്പനിയുടെ മീനിങ്ങും അതിൻ്റെ ഡെഫിനിഷനും കൂടാതെ ക്യാരക്ടറിസ്റ്റിക്സുമാണ്. അതിൽ ആദ്യം നമ്മൾ കമ്പനി എന്താണെന്ന്, അതിൻ്റെ അർത്ഥം എന്താണ്, ഏത് വേർഡിൽ നിന്നാണ് കമ്പനി ഡിറൈവ്ഡ് ചെയ്തത്. കമ്പനി എന്ന വാക്ക് ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ നമ്മൾ അതായത് കമ്പനിയുടെ അങ്ങനെ ഡിവൈഡ് ചെയ്യുക, അതായത് കോം ആൻഡ് പാനി. അല്ലെങ്കിൽ കോം എന്ന വേർഡും പാനി എന്ന വേർഡും ഡിറൈവ് ചെയ്തത് ലാറ്റിൻ വേർഡിൽ നിന്നാണ്. അതിൽ കോമിൻ്റെ അർത്ഥം ടുഗദർ എന്നാണ്, ഒരുമിച്ച് എന്നാണ്. അതുപോലെ തന്നെ പാനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ബ്രെഡ് എന്നാണ് അർത്ഥം. അപ്പോൾ എന്താണ്, ഒരുമിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുക എന്നുള്ള അർത്ഥത്തിൽ. അതായത് ഒരുപാട് ആളുകൾ ഒരുമിച്ച് അധ്വാനിച്ച് അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം ഒരുമിച്ച് വീതിച്ചെടുക്കുക, ആ ഒരു അർത്ഥത്തിൽ. മനസ്സിലായോ? അതാണ് പറയുന്നത് കമ്പനി ദസ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഹു ടുക്ക് ദിയർ മീൽസ് ടുഗദർ. ഒരുമിച്ച് ജോലി ചെയ്തിട്ട് ഒരു കൂട്ടായ്മയോടെ വർക്ക് ചെയ്തിട്ട് അവർക്കുള്ള മീൽസ് അവർ കണ്ടെത്തുക, അതാണ് കമ്പനി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ മീനിങ്. ഇനി നമ്മൾ അതിൻ്റെ ഒരു മീനിങ്ങിലേക്ക് ഒന്നുകൂടി എക്സ്പ്ലെയിനറി ആക്കുകയാണ്, അല്ലെങ്കിൽ ഇത് ഡെഫിനിഷനായിട്ട് നിങ്ങൾക്ക് എഴുതാം. കമ്പനി ഈസ് ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ. ഇൻകോർപ്പറേറ്റഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങളത് നിയമപരമായി രജിസ്റ്റേർഡ് ചെയ്തു എന്നാണ് അർത്ഥം. ഓക്കെ, കമ്പനി ഈസ് ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ വിച്ച് ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഒരിക്കലും എന്തല്ല, ഒരു നാച്ചുറൽ പേഴ്സൺ അല്ല. നമ്മളെപ്പോലെ നാച്ചുറൽ അല്ല. കാണാൻ നമുക്കൊരിക്കലും കമ്പനീനെ കാണാൻ പറ്റില്ല. കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കാണാം, കമ്പനി ഡയറക്ടറെ കാണാം, എന്നാലും കമ്പനി നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിനൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്. കമ്പനീനെ റെപ്രസെൻറ്റേറ്റീവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കമ്പനിയുടെ മാനേജിങ് ഡയറക്ടറൊക്കെ റെപ്രസെൻറ്റേറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ ഹാവിങ് ആൻ ഇൻഡിപെൻഡൻറ്റ് ലീഗൽ എൻറ്റിറ്റി. ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ലീഗൽ എൻറ്റിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക. വിത്ത് എ ക്യാപിറ്റൽ. അതിൻ്റെ മൂലധനം എങ്ങനെയായിരിക്കും ഉണ്ടാകുക? ഒരാളെ കീഴിലായിരിക്കും ഉണ്ടായില്ല, മൊത്തം ക്യാപിറ്റലിന്. വിത്ത് എ ക്യാപിറ്റൽ ഡിവിസിബിൾ ഇൻ ടു ദ ട്രാൻസ്ഫറബിൾ ഷെയർ. അതായത് ട്രാൻസ്ഫറബിൾ ആയിട്ട് 1,00,000 രൂപയാണെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, അത് 10 ആളാണെങ്കിൽ 10,000 അങ്ങനെ 10 ഷെയർ ആയിട്ട്. അതും തന്നെ എന്ത് ചെയ്യാം, അത് ഒരാൾക്ക് മറ്റൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ ഓരോരോ ആളുകൾക്കും ലിമിറ്റഡ് ലാബിലിറ്റി ഉണ്ടായിരിക്കുള്ളൂ. എത്ര രൂപയുടെ ഷെയർ ആണ് കൊടുത്തത് അത്ര രൂപയെ അയാൾക്ക് ബാധ്യതയുണ്ടാവുള്ളൂ. ക്ലിയർ? അതാണ് കമ്പനി എന്നുള്ള അർത്ഥമാക്കുന്നത്. കമ്പനി എന്ന് പറഞ്ഞ ഒരു ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ ആണ് വിച്ച് ഈസ് എ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ ആൻഡ് ഹാവിങ് ആൻ ഇൻഡിപെൻഡൻറ്റ് ലീഗൽ എൻറ്റിറ്റി വിത്ത് എ ക്യാപിറ്റൽ ഡിവിസിബിൾ ഇൻ ടു ട്രാൻസ്ഫറബിൾ ഷെയർ ക്യാരിങ് ലിമിറ്റഡ് ലാബിലിറ്റി ആൻഡ് ഹാവിങ് എ കോമൺ സീൽ ആൻഡ് പെർപെച്വൽ സക്സഷൻ. എന്താണ് കോമൺ സീൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കമ്പനിയുടെ ഫേസ് ആയിട്ട് അറിയപ്പെടുന്ന എന്താണ്, കമ്പനിയുടെ സീലാണ്. പെർപെച്വൽ ആയിട്ട് സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലം അത് നിലനിൽക്കുമെന്നത് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഇമ്മോർട്ടൽ ആയിട്ട്, ഇപ്പോൾ വളരെ ദീർഘകാലം നിൽക്കാം, ചിലപ്പോൾ പെട്ടെന്നും അത് അവസാനിക്കാം. ഓക്കെ, ഇനി പറയുന്നത് നമ്മുടെ ആക്ട് 2013 ആക്ട് എന്താണ് പറയുന്നത് നോക്കാം. അതായത് കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട്. ദിസ് ആക്ട് എന്ന് പറഞ്ഞാൽ 2013 ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനികളെ നമ്മൾക്ക് കമ്പനി എന്ന് വിളിക്കാം. ഓർ എനി അതർ പ്രീവിയസ് ലോ. എന്താണ് എനി അതർ പ്രീവിയസ് ലോ എന്ന് പറഞ്ഞാൽ? 2013 മുമ്പ് നമ്മൾ ഏത് ആക്ട് പ്രകാരമായിരുന്നു രജിസ്റ്റർ ചെയ്തിരുന്നത്? 1956. അതുകൊണ്ടാണ് അത് പറയുന്നത്. ഇവിടെ തന്നെ അവരൊരു വേർഡ് ഉപയോഗിക്കുന്നുണ്ട്, ദിസ് ഇസ് നോട്ട് എ കോംപ്രഹെൻസീവ് ഡെഫിനിഷൻ. ഇതൊരു കോംപ്രഹെൻസീവ് ഡെഫിനിഷന് അല്ല. കോംപ്രഹെൻസീവ് ഡെഫിനിഷനായിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ക്ലിയർ? ഇനി രണ്ടാളെ ഡെഫിനിഷൻ കൂടി വരുന്നുണ്ട്. അക്കോർഡിംഗ് ടു WH ഹാനി പറയുന്നത് കമ്പനി ഈസ് എ ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ. ഈ വേർഡ് നിങ്ങൾ മനസ്സിരുത്തിയാണ് പഠിക്കുക. കമ്പനി ഈസ് ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ which is an artificial person created by law having a separate entity with a perpetual succession and common seal. പിന്നെ പറയുന്നത് ജസ്റ്റിസ് ജെയിംസ് പറയുന്ന ഡിഫൈൻ ചെയ്യുന്ന കമ്പനി as a company is an association of person united for a common object. കോമൺ ഒബ്ജക്റ്റ്, ഒരു പൊതു ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ചിട്ട് ഫോം ചെയ്യുന്ന ഒന്നാണ് എന്ത്, കമ്പനി എന്ന് പറയുന്നത്. അങ്ങനെ ഒരുമിച്ച് ഫോം ചെയ്യുമ്പോൾ അത് കമ്പനി ഏത് രാജ്യത്താണോ ഫോം ചെയ്യുന്നത് ആ രാജ്യത്ത് നിയമപ്രകാരം അത് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അത് ഇൻകോർപ്പറേറ്റഡ് ആകുന്നു. ഇൻകോർപ്പറേറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആകുന്നു. അതിന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പെർപെച്വൽ സക്സഷനും കോമൺ സീലും ഉണ്ടാകും. ക്ലിയർ?
പിന്നെ ഈ കമ്പനി ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി ലോ ആണ് നമ്മൾ പഠിക്കുന്നത് 2013 1956 1956 അല്ലെങ്കിൽ 2013 ഉപയോഗിച്ചാണ് ഒരു കമ്പനി ഫോം ചെയ്യുകയും അതിൻ്റെ ക്രിയേഷനും അതുപോലെ തന്നെ അതിൻ്റെ റെഗുലേഷൻസും നടക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒന്ന് പറയുന്നത് വോളണ്ടറി അസോസിയേഷൻ. എന്താണ് വോളണ്ടറി എന്ന് പറഞ്ഞാൽ? സ്വമേധ ഒരു കമ്പനിയിൽ അംഗമാകുക എന്നത് സ്വമേധ നമ്മൾ എടുക്കുന്ന തീരുമാനമാണ്, അല്ലെങ്കിൽ ആരുടെ നിർബന്ധ പ്രകാരമല്ല എന്നാണ് പറയുന്നത് വോളണ്ടറി അസോസിയേഷൻ. ഇവിടെ പറയുന്നുണ്ട് ഇറ്റ് ഈസ് ദ പേഴ്സണൽ ചോയ്സ് ഓഫ് ദ പീപ്പിൾ ആൻഡ് ഡിസയർ ടു ഗെറ്റ് പ്രോഫിറ്റ് ഓർ സം അതർ ഒബ്ജക്റ്റ് ഓഫ് ദിയർ ഓൺ വിച്ച് ഇൻസ്പയർ ദം ടു ബിക്കം ദ മെമ്പർ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയിൽ മെമ്പർഷിപ്പ് എടുക്കുക അല്ലെങ്കിൽ ഷെയർ എടുക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ചോയ്സ് മാത്രമാണ്. ഓക്കെ, അത് നിർബന്ധിതമല്ല. അതുകൊണ്ടാണ് വോളണ്ടറി എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുകയോ ലാൻഡോ മെഷീനറിയോ ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു വ്യക്തിയുടെ പേരിലല്ല വാങ്ങുക, അത് ആ കമ്പനിയുടെ പേരിലായിരിക്കും വാങ്ങുക. ഓക്കെ, നമുക്കിവിടെ അതുകൊണ്ടാണ് അതിന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട് എന്ന് പറയുന്നത്. എ കമ്പനി ക്യാൻ ഹോൾഡ് ആൻഡ് ഡീൽ വിത്ത് എനി ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി ഇൻ ഇറ്റ്സ് ഓണർഷിപ്പ് ഇൻ എനി ലോ in any way it's like it can enter into contract a contract to open a bank account in its own name. അതായത് ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ആ പ്രോപ്പർട്ടി കമ്പനീൻ്റെ പേരിലാണ് വാങ്ങുക. ഒരു കോൺട്രാക്റ്റിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ ആ കമ്പനീൻ്റെ പേരിലാണ് എന്ത് ചെയ്യുക, ആ കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ആരുടെ പേരിലായിരിക്കും? കമ്പനീൻ്റെ പേരായിരിക്കും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ട്, പിന്നെ അത് ആരാണ് ഡീൽ ചെയ്യാന്ന്. അപ്പോൾ അതിൽ തന്നെ എതിരായിരിക്കും ആ കമ്പനീൻ്റെ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഡയറക്ടർ ആയിരിക്കും അത് ചെയ്യുക. ഡയറക്ടർ ചിലപ്പോൾ വർഷങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യും, മാറി മാറി വരും. ഓക്കെ, ഇനി പറയുന്നത് പെർപ്പച്വൽ സക്സഷൻ ആണ്. അങ്ങനെ പറഞ്ഞ ഒരു കമ്പനിക്ക് അതിന് മരണമില്ല എന്നാണ് പറയുക. കമ്പനി തുടങ്ങി കഴിഞ്ഞാൽ എത്ര കാലം അത് വർക്ക് ചെയ്യുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. അതാണ് പറയുന്നത് കമ്പനി ആസ് എ പെർപ്പച്വൽ സക്സഷൻ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലൈഫ് of its members. Its existence is not affected in any way by death, insolvency or any other shareholder. ഒരു ഷെയർ ഹോൾഡർ മരിക്കുകയോ ഇൻസോൾവെന്റ് ആവുകയോ ഒന്നും ചെയ്താലും കമ്പനിനെ അത് ബാധിക്കില്ല. കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ക്ലിയർ? ഇനി നമ്മൾ പറഞ്ഞ ലിമിറ്റഡ് ലാബിലിറ്റി ആണ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് +1 +2. എന്താണ് ലിമിറ്റഡ് ലാബിലിറ്റി? നമ്മൾ എത്ര ഷെയർ ആണ് എടുക്കുന്നത് അത്ര മാത്രം ലാബിലിറ്റി മാത്രമേ നമ്മൾക്ക് ഉണ്ടാവുകയുള്ളൂ. പിന്നെ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർ ആണ്. അതായത് നമ്മളെടുത്ത ഷെയർ നമുക്ക് എന്ത് ചെയ്യുക, ഇഷ്ടമുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അത് സെക്ഷൻ 44 ആണ് എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണ്. അതായത് മനുഷ്യനെ പോലെയുള്ള നാച്ചുറൽ മാൻ അല്ല കമ്പനി, ഒരു ആർട്ടിഫിഷ്യൽ ആണ് നിയമപരമാക്കി ഉണ്ടാക്കിയിട്ടുള്ള. മനുഷ്യനെ പോലെ ചിന്തിക്കാനുള്ള കഴിവൊന്നുമില്ല കമ്പനിക്ക്, ആർട്ടിഫിഷ്യൽ ആണ്. പക്ഷേ ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് വർക്ക് ചെയ്യുക. പിന്നെ കോമൺ സീൽ എന്ന് പറഞ്ഞു നോക്കാം. ഏതൊരു കമ്പനി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്ടർ സൈൻ ചെയ്ത് തന്നെ എടുത്ത് തന്നെ എന്താണ് കമ്പനിയുടെ സീലും ഉണ്ടായിരിക്കും. കോമൺ സീൽ നോക്കുക. ആസ് എ കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആക്ട് ത്രൂ ദ നാച്ചുറൽ പേഴ്സൺ. കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെങ്കിലും ആ കമ്പനി പ്രവർത്തിക്കുന്നത് നാച്ചുറൽ മാൻ ആയിട്ടുള്ള ഡയറക്ടറിലൂടെ ആയിരിക്കും. അവരെ വിളിക്കുന്ന പേരാണ് ഡയറക്ടേഴ്സ്. All the contract entered into by the directors must be under the common seal of the company. ഏതൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയാണെങ്കിലും ഈ കോമൺ സീൽ വെച്ചിട്ടാണ് എൻ്റർ ചെയ്യുക. ഓക്കെ, the common seal with the name of the company engraved on it, it is used as a substitute for its signature. കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, സൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരമാണ് എന്ത് ചെയ്യുന്നത്, സീല് വെക്കുന്നത്. ഇനി പറയാൻ പോകുന്നത് കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ടു ബി സ്യൂഡ്. അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ കോൺട്രാക്റ്റിൽ പഠിച്ചിരുന്നത് കപ്പാസിറ്റി, ഈ കമ്പനിക്ക് ഒരാൾക്കെതിരെ കേസ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ കമ്പനിക്കെതിരെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിനെ ഫേസ് ചെയ്യാനുള്ള റൈറ്റും ഉണ്ട്. അതാണ് കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ടു ബി സ്യൂഡ് എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞ ലാർജ് എമൗണ്ട് ഓഫ് ദി ക്യാപിറ്റലാണ്. കമ്പനിക്ക് എത്ര എമൗണ്ട് വേണമെങ്കിലും ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അവർ എത്രയാണ് അവർ ഓതറൈസ്ഡ് ക്യാപിറ്റലായി അവർ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ കാണിച്ച അത്ര അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണിക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് പോകണമെങ്കിൽ അവർ എന്ത് ചെയ്യേണ്ടി വരും,
മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ത് ചെയ്യേണ്ടി വരും, ഓൾട്ടർ ചെയ്യേണ്ടി വരും. പിന്നെ കമ്പനിയുടെ വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന ലാസ്റ്റ് സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയുക, വൈൻഡപ്പ് ചെയ്യുക എന്ന് പറയാം. വൈൻഡിങ് അപ്പ് റെപ്രസെൻറ്റ് ദ ലാസ്റ്റ് സ്റ്റേജ് ഇൻ ദ കമ്പനീസ് ലൈഫ്. കമ്പനിയുടെ ലൈഫിൻ്റെ അവസാനത്തെ സ്റ്റേജാണ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രൊസീഡിങ് ബൈ വിച്ച് എ കമ്പനി ഈസ് ഡിസോൾവ്ഡ്, കമ്പനീസ് അസറ്റ് ആർ ഡിസ്പോസ്ഡ് ഓഫ് ആൻഡ് ഡെബ്റ്റ്സ് ആർ പെയ്ഡ് ഓഫ് ഔട്ട് ഓഫ് ദ റിയലൈസ്ഡ് അസറ്റ് and surplus any is then distributed among the members in proportion to their holdings in the company. കമ്പനി അങ്ങനെ പൂട്ടുകയാണെങ്കിൽ കമ്പനിയുടെ ഷെയർ ഒക്കെ റിയലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡെപ്റ്റ് ഒക്കെ പെയ്ഡ് ഓഫ് ചെയ്യും. ബാക്കി വല്ലതുണ്ടെങ്കിൽ മെമ്പേഴ്സിൻ്റെ ഇടയിൽ അവരുടെ ഷെയറിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും. ഇത്രയാണത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ 2-3 പ്രാവശ്യം വീഡിയോ കേൾക്കുക. സംശയം ഉണ്ടെങ്കിൽ എന്നോട് വാട്സപ്പിൽ ചോദിക്കും. ഓക്കെ, താങ്ക് യു.